ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൽ നാം എന്താണ് ഭക്ഷിക്കുന്നത്? ഫോർമാലിനും കുരുടാനും എൻഡോസൾഫാനും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു പ്രത്യേകതരം ഫാമിനെയാണ്. അക്വാപോണിക്സ് കൃഷി രീതി അവലംബിച്ചിരിക്കുന്ന ഈ ഒരു ഫാമിൻ്റെ പേര് അക്വാ ഗ്രീനറി എന്നാണ്. അപ്പോൾ നമുക്ക് ഈ ഫാമിലേക്ക് യാത്ര പോകാം. എന്താണ് അക്വാപോണിക്സ്? നമ്മളിൽ പലർക്കും ഉള്ളൊരു സംശയമാണ് അക്വാപോണിക്സ് എന്താണെന്ന്. ഫിഷ് അഥവാ മീനിൻ്റെ വേസ്റ്റിൽ നിന്നും വെജിറ്റബിൾസ് അഥവാ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്ന, അതും തീർത്തും ഓർഗാനിക്കായി ഉൽപ്പാദിപ്പിക്കുന്ന കമ്പൈൻഡ് കൃഷിരീതിയാണ് അക്വാപോണിക്സ്. ഇനി നമ്മൾക്ക് അക്വാ ഗ്രീനറി എന്ന് പറയുന്ന ഈ ഒരു ഓർഗാനിക് ഫാമിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കിടക്കാം. കണ്ണൂർ പ്രധാന നഗരിയിൽ നിന്നും ഏതാണ്ട് 60 കിലോമീറ്റർ ഉള്ളിലേക്ക് സ്ഥിതി ചെയ്യുന്ന മണിക്കടവ് എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ഈ ഒരു ഫാം സ്ഥിതി ചെയ്യുന്നത്. വ്യക്തമായി പറയുകയാണെങ്കിൽ മണിക്കടവിൻ്റെ ഏറ്റവും മനോഹരമായ ഭാഗങ്ങളിലൊന്നായ കോളിത്തട്ടിലാണ് ഈ ഒരു കൊച്ചു ഫാം സ്ഥിതി ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ ഒരു ഫാം പ്രവർത്തിക്കുന്നത്? ഈ ഒരു ഫാം എന്നല്ല, ഏതൊരു അക്വാപോണിക്സ് കൃഷിരീതി നടത്തിയിരിക്കുന്ന ഫാമിനെ എടുത്താലും പ്രധാനമായും അതിന് 2 ഘടകങ്ങളാണ് ഉണ്ടാവുക. ഒന്ന് അതിൻ്റെ ഫിഷ് പോണ്ട്, 2 അതിൻ്റെ ഗ്രോബെഡ്. നമുക്ക് ഈ ഒരു ഫാമിൻ്റെ ഫിഷ് പോണ്ടിനെ കൂടുതലായിട്ട് അങ്ങ് പരിചയപ്പെടാം. ഈ ഒരു ഫാമിൻ്റെ ഫിഷ് പോണ്ടിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ 2 ലക്ഷം ലിറ്റർ കപ്പാസിറ്റിയാണ് ഇതിന് നൽകിയിരിക്കുന്നത്. 14 മീറ്റർ നീളവും 8 മീറ്റർ വീതിയുമാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. നിലവിൽ 4000 മീനുകളാണ് ഇവിടെ വളർത്തി വരുന്നത്. ഗിഫ്റ്റ് അഥവാ ജനറ്റിക്കലി ഇംപ്രൂവ്ഡ് ഫാംഡ് തിലോപ്പിയ എന്ന് പറയുന്ന മീനാണ് ഇവിടെ വളർത്തുന്നത്. പോണ്ട് നിർമ്മിക്കുന്നതിനായി പ്രധാനമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് നൈലോൺ ടാർപ്പുകളാണ്. മുകളിൽ പ്രൊട്ടക്ഷനായി ഗ്രീൻ നെറ്റും നൽകിയിരിക്കുന്നു. വേസ്റ്റ് പമ്പിങ്ങിന് വേണ്ടി 1.5 HP ഒരു സാധാരണ മോട്ടറും ഓക്സിജൻ ഫ്ലോയ്ക്ക് വേണ്ടി 3 എയറേറ്ററും ഇവിടെ ഉപയോഗിച്ചതായി കണ്ടു. അടുത്തതായി ഈ ഒരു ഫാമിൻ്റെ ഗ്രോബെഡിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ 100 സ്ക്വയർ മീറ്ററിലാണ് ഇതിൻ്റെ ഗ്രീൻ ഹൗസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനുള്ളിലാണ് ഇതിൻ്റെ ഗ്രോബെഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സൈഡിൽ പ്രൊട്ടക്ഷനായി ഗ്രീൻ UV ഷീറ്റുകളും ഇൻസെക്ട് നെറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഫൈബർ ബോക്സുകളിലാണ് ഇവിടുത്തെ ഗ്രോബെഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നട്ടിരിക്കുന്ന ഓരോ ചെടിയും മിറ്റലിലാണ് വളരുന്നത്. അത് വളരെ കൗതുകകരമായ ഒരു കാഴ്ചയായിട്ട് എനിക്ക് തോന്നി. ഇവിടെ വളർത്തി വരുന്നത് തക്കാളി, കൂർക്ക, പച്ചമുളക്, കരിനെല്ല്, പാവയ്ക്ക, വെള്ളരി എന്നിവയൊക്കെയാണ്. അപ്പോൾ ഗൈസ്, ഇനി നമ്മൾക്ക് ഈ ഒരു ഫാമിൽ ഞാൻ കണ്ട കുറച്ച് അപൂർവമായിട്ടുള്ള കുറച്ച് കാഴ്ചകളും കുറച്ച് രസകരമായ ഒരു ക്ലിപ്പിങ്സ് ഒക്കെ നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ മച്ചന്മാരെ, നമ്മൾ ഈ ഒരു ഫാം മുഴുവനായിട്ട് കണ്ടു. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഫാമിൻ്റെ മാസ്റ്റർ ബ്രെയിനായ ജസ്റ്റിനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. നിങ്ങൾ പൊതുവെ എന്തായിരിക്കും ചോദിക്കുന്നതെന്നൊക്കെ ഞാൻ ഒരു ഏകദേശം രൂപപ്പെടുത്തി കുറച്ച് ചോദ്യങ്ങളാക്കിയിട്ടുണ്ട്. ആ ഒരു ചോദ്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. നമസ്കാരം ജസ്റ്റിൻ. അപ്പോൾ നമ്മുടെ ആദ്യ ചോദ്യം ഇതാണ്: ഈ ഒരു ഫാമിംഗ് മെത്തേഡിലേക്ക്, അതായത് അക്വാപോണിക്സ് എന്ന് പറഞ്ഞൊരു ഫാമിംഗ് മെത്തേഡിലേക്ക് വരുവാനുള്ള കാരണം എന്താണ്? ഒറ്റ വാക്കി നമുക്ക് പറയുകയാണെങ്കിൽ, നമുക്ക് മീനും പച്ചക്കറിയും ജൈവ രീതിയിൽ, അത് ഓർഗാനിക്കായിട്ട്, കംപ്ലീറ്റ്ലി ഓർഗാനിക്കായിട്ട് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഫൈനലി ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിലേക്ക് വരാനുള്ള മെയിൻ ഒരു കാരണം. ഇപ്പം നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാ കാര്യങ്ങളും എന്നാ മൊത്തമായിട്ട് ഓർഗാനിക് എന്ന് പറയാൻ പറ്റില്ല. അപ്പം നമുക്ക് ഇതൊരു പുതിയ മെത്തേഡാണ്. അത് മത്സ്യവും പച്ചക്കറികൾ ഒരേപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ്. അതുകൊണ്ടാണ്
മൊത്തമായിട്ട് അതായത് കംപ്ലീറ്റ് ആയിട്ട് ഓർഗാനിക് ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നതുകൊണ്ട് മാത്രമാണ് ഇതിലേക്ക് ഇറങ്ങിയത്. ക്വസ്റ്റ്യൻ നമ്പർ 2 ഇതാണ്. ഈ ഒരു ഫാമിംഗ് സിസ്റ്റത്തിൽ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ബ്രീഡ്സ് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ? അതായത് ചില ബ്രീഡ്സ് മാത്രമേ ഉപയോഗിക്കാന്നുള്ള അങ്ങനെ ലിമിറ്റ് എന്തെങ്കിലും ഉണ്ടോ? അതോ ഏത് ബ്രീഡ് വേണമെങ്കിലും ഉപയോഗിക്കാം? ഇല്ല, നമുക്ക് ഏത് ബ്രീഡ് വേണമെങ്കിലും അങ്ങനെ പറയാൻ പറ്റില്ല. ഏത് ബ്രീഡ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പോൾ വേൾഡ് വൈഡ് ഫോളോ ചെയ്ത് വരുന്ന ഒരു മെയിൻ സ്പീഷീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിലാപ്പിയ എന്ന് പറയും. നൈൽ തിലാപ്പിയ എന്നാണ് പറയുന്നത്. അത് നമുക്കിപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത് RGC എന്ന് പറയും. RGC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ അക്വാകൾച്ചർ എന്ന് പറയും. അവിടുന്ന് ഈ നൈൽ തിലാപ്പിയനെ ഒരു പർട്ടിക്കുലർ ബ്രീഡ് ചെയ്തിട്ട് അവർ അത് എന്താ പറയുക ജെനറ്റിക്കലി മോഡിഫൈ ചെയ്ത് നമുക്ക് തരുന്നു. അതിന് നമുക്ക് ഇന്ത്യയിൽ പറയുന്ന പേര്, ഇന്ത്യയിലല്ല വേൾഡ് വൈഡ് പറയുന്ന പേര് ഗിഫ്റ്റ് എന്നാണ്. ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ജെനറ്റിക്കലി ഇംപ്രൂവ്ഡ് ഫാംഡ് തിലാപ്പിയ എന്ന് പറയും. അപ്പോൾ അതിന് പ്രത്യേക എന്നാ പറയുക അതിൻ്റെ പ്രത്യേക കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ മീനുകളിൽ നിന്ന് എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് omega-3 ഫാറ്റി ആസിഡ്, omega-6 അങ്ങനെയുള്ള കാര്യങ്ങളും അത് സാധാരണ മീനുകളെക്കാളും കുറച്ചും കൂടെ കൂടുതലുണ്ട്. അത് നമുക്ക് അതേപോലെ തന്നെ ഫാറ്റ് കണ്ടൻറ്റ് വളരെ കുറവാണ്, കൊളസ്ട്രോൾ 0 ആണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 3 ഇതാണ്. ഈ ഒരു ഫാമിന് ഗവൺമെൻറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഫിഷറീസിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സബ്സിഡിയോ സപ്പോർട്ടോ അങ്ങനത്തെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? നമ്മളിപ്പോൾ ഈ ഫാം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മളൊരു പ്രൊജക്ട് റിപ്പോർട്ട് കണ്ണൂർ ഫിഷറീസിൽ സമർപ്പിച്ചിരിക്കുന്നു. അതിനുശേഷം അവർ നമ്മുടെ ഫാം വിസിറ്റ് ചെയ്യുകയും നമുക്ക് ഗിഫ്റ്റ് എന്ന് പറഞ്ഞ ആ സ്പീഷീസിലുള്ള മീൻ ഇടാനുള്ള ലൈസൻസ് തരികയും ചെയ്തു. അതിനുശേഷം നമ്മുടെ സർക്കാരിൻ്റെ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമുക്ക് ഇതിൻ്റെ അതായത് ഒരു ചിലവിൻ്റെ ഒരു 40% നമുക്ക് സബ്സിഡി ആയിട്ട് അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു നിശ്ചിത എമൗണ്ട് ഓൾറെഡി ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കൃഷിഭവൻ്റെ അവരുടെ അടുത്ത് നിന്ന് നല്ല സപ്പോർട്ടാണുള്ളത്. അവർ ഈ ഗ്രീൻ ഹൗസിന് വേണ്ടിയിട്ട് അത് ഏകദേശം ഒരു 60%, അവരുടെ ഒരു ലിമിറ്റുണ്ട്, അതിൻ്റെ ഒരു 60% നമുക്ക് സബ്സിഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നല്ല സപ്പോർട്ടാണ് ഉള്ളത്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നല്ല, ഇപ്പോൾ കൃഷിഭവനായാലും ഫിഷറീസ് ആയാലും നല്ല സപ്പോർട്ടാണ്. നമ്പർ 4 നിങ്ങളെല്ലാവരും ചോദിക്കണമെന്ന് വിചാരിക്കുന്ന ചോദ്യം തന്നെയാണ്. ഈ ഒരു ഫാം നടത്തിക്കൊണ്ട് പോകുവാൻ എത്രത്തോളം ചിലവ് ഒരു മാസം വരുന്നുണ്ട്? നമുക്കതൊരു മാസം എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മളിപ്പോൾ ഈ പോണ്ടിലിട്ടിരിക്കുന്ന ഏകദേശം 4000 മീൻ കുഞ്ഞുങ്ങളെയാണ്, അതായത് 4000 ഗിഫ്റ്റുകളാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ അതിന് ചെറിയ സൈസിലുള്ള അതിൻ്റെ കണ്ണിൻ്റെ സൈസിലാണ് നമ്മൾ ഫീഡ് കൊടുക്കുക. അത് വലുതാൻ തോറും കണ്ണ് വലുതാകിയാലേ ആ കണ്ണിൻ്റെ സൈസിൽ ഇപ്പോൾ വലുതായി കഴിഞ്ഞപ്പം ഏകദേശം നമ്മൾ കൊടുക്കുന്ന ഫീഡ് 4 mm ഫീഡാണ്. നമ്മളത് ചെറുതായിരിക്കുമ്പോൾ 0.5 mm തൊട്ടാണ് തുടങ്ങുന്നത്. അത് കണ്ണിൻ്റെ വലുപ്പത്തിനനുസരിച്ചാണ് അതിൻ്റെ ഫീഡിൻ്റെ വലിപ്പം നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ നമുക്ക് അധികം ഫീഡിൻ്റെ ആവശ്യം വരുന്നില്ല. അതിനുശേഷം ഇപ്പോൾ ഏകദേശം നമ്മൾ ഡെയിലി കൊടുത്തുകൊണ്ടിരിക്കുന്നത് 12 കിലോയാണ് ഡെയിലി കൊടുക്കുന്നത്. അത് ആദ്യം 1 കിലോ ആയിരുന്നു. അതിപ്പോൾ അതിൻ്റെ സൈസ് അനുസരിച്ച് മാറി മാറി വരുന്നു. പിന്നെയുള്ള അടുത്തത് ചിലവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റിയാണ്. ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിൽ നമുക്ക് 2 മാസം കൂടുമ്പോൾ 3000 രൂപ 3500 വരുന്നത്. അതിപ്പം നമുക്ക് സബ്സിഡി ഉള്ളത് കാരണമാണ്, ഫിഷറീസിൻ്റെ സബ്സിഡി ഉള്ളത് കൊണ്ടാണ്. അതല്ലെങ്കിൽ 7000 7500 ആ രീതിയിൽ വരും. മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇത് രണ്ടുമാണ് നമുക്ക് ഇതിൻ്റെ എന്നാ പറയുക പ്രതിമാസം ചിലവാകുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. പിന്നെയുള്ളത് നമ്മൾ എങ്ങനെയായാലും ഒരാൾ ഇവിടെ ഉണ്ടാവണം. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതാണ് മെയിനായിട്ട് അത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 5 നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫാമിംഗ് മെത്തേഡ് എടുക്കുവാൻ വേണ്ടി എല്ലാവർക്കും ഒരു പേടിയുണ്ടാകാം, അല്ലെങ്കിൽ ഈ ഒരു ഫാമിംഗ് മെത്തേഡിലേക്ക് വരുന്ന ആൾക്കാരോട് എന്താണ് പറയാനുള്ളത്? പ്രത്യേകിച്ച് പ്രവാസികളും അല്ലെങ്കിൽ റിട്ടയർ ആയിട്ടുള്ള ടീച്ചർമാരോ അല്ലെങ്കിൽ യുവതലമുറയോട് എന്താണ് പറയാനുള്ളത്? ഞാൻ പറയുന്നത് ധൈര്യമായിട്ട് കടന്നു വരുമെന്ന് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഫുഡ് തന്നെയാണ്. അതായത് ഓർഗാനിക് ആയിട്ടുള്ള ഫുഡ് നല്ലൊരു വെല്ലുവിളി തന്നെയാണ്. അതിപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ റിട്ടയർഡായ ആർക്കും വേണമെങ്കിലും അതേപോലെ തന്നെ പ്രവാസികളായ ആർക്കും ഇങ്ങനൊരു രീതി അവലംബിക്കാവുന്നതാണ്. കാരണം പൂർണ്ണമായ ഓർഗാനിക് അത് തന്നെയാണ് മെയിൻ. നമുക്ക് വേറെ എന്ത് രീതി കൃഷി ചെയ്താലും പൂർണ്ണമായും ഓർഗാനിക്കായിട്ട് ഔട്ട്പുട്ട് എടുക്കാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത് നല്ലൊരു രീതിയാണ് നമുക്ക്. അതേപോലെ തന്നെ സ്ഥലപരിമിതി ഇതിനൊരു വിഷയമല്ല. അത് മെയിൻ. ഇങ്ങനെ ഈ ഒരു കൃഷി രീതിക്ക് സ്ഥലപരിമിതിയില്ല. ഏകദേശം നമുക്കിപ്പം ഒരു ഏക്കർ കൃഷി ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ 1 സെൻറ്റിൻ്റെ ഉള്ളിൽ കൃഷി ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ അതെ ചെറിയ സ്ഥലം മതി. അത് ആ വീഡിയോയിൽ എനിക്ക് തോന്നുന്നു മുമ്പ് ഷൂട്ട് ചെയ്ത വീഡിയോകളിലൊക്കെ അത് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പം അതും ഒരു പരിധി വരെ ഇതിന് നല്ലതാണ്. പിന്നെ യുവതലമുറയ്ക്ക്
എന്തുകൊണ്ട് ഫോളോ ചെയ്യാവുന്ന ഒരു രീതിയാണ്. അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു ഫാമിൻ്റെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ഫാമിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഈ ഫാമിൻ്റെ മുതലാളിനെ തന്നെ വിളിക്കാം. ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ ആയിട്ട് അതിൻ്റെ നമ്പർ വരുന്നതാണ്. അവിടെ നിങ്ങൾക്ക് ആ നമ്പർ കണ്ട് വിളിക്കാവുന്നതാണ്. സോ ഇനിയും ഇതുപോലത്തെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രസകരമായ വീഡിയോയുമായി ഞാൻ തിരിച്ചു വരുന്നതാണ്. ഇതുപോലത്തെ വെറൈറ്റികൾ ഇടയ്ക്കിടയ്ക്ക് വേണ്ടേ? അപ്പോൾ കമൻറ്റ് പറയുക വേണമെങ്കിൽ. സോ ഇനിയും ഇതുപോലത്തെ രസകരമായ വീഡിയോയിൽ വരുന്നവരെ ഇറ്റ്സ് മീ ഡോണി ഡോജോ സൈനിങ് ഔട്ട് ഫോർ ടുഡേ വിത്ത് ക്യാമറ മച്ചാൻ ജെറിൻ. ബൈ, ടേക്ക് കെയർ. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ എനേബിൾ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഞങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ അത് കൃത്യമായ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായി നിങ്ങൾ താഴെ കാണുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്യൂ. ഞങ്ങളുടെ പഴയ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ